ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് മേഘാലയയിലെ ചിറാപുഞ്ചിയിലാണ്. അപ്പോൾ മഴയുടെ നാടായ ചിറാപുഞ്ചിയിൽ വെള്ളച്ചാട്ടങ്ങൾ മാത്രമല്ല, ഭൂമിക്കടിയിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ അത്ഭുതകരമായ ഗുഹകളും ഒക്കെ ഉണ്ട്. ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള കടൽ ജീവികളുടെ ഫോസിലുകളുള്ള ഒരു ഗുഹയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അർവ കേവ് എന്നാണ് പേര്. അപ്പം നമുക്ക് നേരെ ഗുഹയ്ക്കുള്ളിലേക്ക് പോകാം. ഈ കേവിലേക്ക് പോകുന്ന വഴി സൂപ്പറാണ് കേട്ടോ. പിന്നെ 50 രൂപയാണ് ടിക്കറ്റ് പ്രൈസ്. പാർക്കിംഗ് ചെയ്തെടുത്തുനിന്ന് നമുക്ക് ഒരു 15 മിനിറ്റോളം നടക്കാനുണ്ട് കാട്ടിലൂടെ. ഈ വഴിയിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വഴിയൊക്കെ കാണാൻ. സൈഡിൽ താഴ്വരയാണ് കേട്ടോ. നിറയെ മരങ്ങളാണ് രണ്ട് സൈഡിലും. അപ്പം നമ്മൾ ഇതിലേ നടന്ന് വേണം കേവിൻ്റെ അടുത്തേക്ക് പോകാൻ. നമുക്ക് പോകുന്ന വഴി വെള്ളച്ചാട്ടമൊക്കെ കാണാൻ സാധിക്കും. കണ്ടോ, വലിയ താഴ്വരകളാണ്. അപ്പൊ ഈ കാണുന്നതൊക്കെ ഖാസി ഹിൽസ് ആണ്. എന്ത് ഭംഗിയാ കാണാന്നറിയോ. അവിടെയൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാം നമുക്ക്. അപ്പം നമ്മൾ കേവിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നല്ല ഇരുട്ടാണ് കാണുന്നത് കേട്ടോ. ഇതൊക്കെ ലൈം സ്റ്റോൺ കേവ് ആണ്. ഈ കാണുന്നതൊക്കെ ലൈം സ്റ്റോൺസ് ആണ്. അപ്പോൾ ഇവിടുന്ന് താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി വേണം നമ്മൾ പോകാൻ. ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ഗുഹയാണിത്. ഇവിടുത്തെ പാറകളിലൊക്കെ പണ്ട് കാലത്തുള്ള സമുദ്രജീവികളുടെ ഫോസിലുകളൊക്കെ കാണുമെന്ന് പറയപ്പെടുന്നു. ഒരു കാലത്ത് ഈ പ്രദേശം സമുദ്രത്തിനടിയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. മത്സ്യങ്ങളുടെയും ഷെൽ ജീവികളെയൊക്കെ ഫോസിലുകളും ചുണ്ണാമ്പുകല്ലുകളിൽ കാണാൻ പറ്റും. പക്ഷെ ഇത്രയും ഉയരമുള്ള ഒരു സ്ഥലം പണ്ട് സമുദ്രത്തിനടിയിലാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ. അപ്പൊ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം സമുദ്രത്തിനടിയിലായിരുന്നു. പിന്നീട് ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനത്തിലൂടെ ഈ ഭാഗം ഉയർന്നു പോയതാണെന്നാണ് പറയുന്നത്. ഇത്രയും ഉയരത്തിൽ നിൽക്കുമ്പോൾ സമുദ്രത്തിലെ ഫോസിലുകളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നു. അപ്പം നമ്മൾ ഇതിലേ നടന്ന് വേണം പോകാൻ. നല്ല തണുപ്പാണ് ഇതിനുള്ളിൽ. പിന്നെ ചെറിയ രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട് സൈഡിൽ കൂടെ ഇട്ട്. സൈഡിലൂടെ വെള്ളം ഒഴുകുന്നുണ്ടോ? അതിൻ്റെ ശബ്ദവും നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല വീതിയുള്ള സ്ഥലമാണ്. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ ഉയരം കുറവാണ്. നമ്മൾ കുനിഞ്ഞ് വേണം നടന്നു പോകാൻ, അല്ലെങ്കിൽ തല തട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ വരെയുള്ളൂ. മുകളിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ വെള്ളം ഇറ്റ് വീഴുന്നൊക്കെ ഉണ്ട്. മുകൾ ഭാഗത്തൊക്കെ പാറേൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഇങ്ങനെ നനവൊക്കെ കണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്നു പോവാണ്. ഇതിന് കയറിയ വഴിക്ക് തന്നെ കേട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരേണ്ടത്. കണ്ടോ വെള്ളം ഒഴുകുന്നത്. നല്ല ഗ്രിപ്പുള്ള ഒരു ഷൂസൊക്കെ വേണം കേട്ടോ. ഇതിനുള്ളിലൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ
ചെറിയ രീതിയിൽ വഴുക്കലൊക്കെ ഉണ്ട്. ഇവിടെ ആളുകളൊന്നും അധികം ഇല്ല കേട്ടോ, വളരെ കുറവ് തന്നെയാണ് ആൾക്കാരൊക്കെ. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. പാറയൊക്കെ തൊട്ട് നോക്കുമ്പോൾ നല്ല തണുപ്പാണ്. വെള്ളം ഒഴുകി വരുന്നത് അവിടെ നിന്നാണ്. ചെറിയ അരുവി പോലെ ഇങ്ങനെ വെള്ളം ഒഴുകി നമ്മൾ കയറി അവിടം വരെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം. അപ്പം നമ്മൾ വന്ന വഴി തന്നെ നമ്മൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നടക്കുന്ന വഴിയാട്ടോ അടിപൊളി, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ മേഘാലയയിൽ വരികയാണെങ്കിൽ ഇതൊരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. താഴെക്കൂടെ ഒക്കെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നു, നല്ല മഴയാണ്. എന്താ മുകളിൽ നിന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ മഴക്കാലാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇവിടെയൊക്കെ കാണാൻ. ചിറാപുഞ്ചി ടൗണിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ. 50 രൂപ ടിക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ മിസ് ചെയ്യരുത്. മേഘാലയയിൽ വരുമ്പോൾ എന്തായാലും കാണാൻ ശ്രമിക്കണം. ഈ കാണുന്നതാണ് കൈതച്ചെടി. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാണാറുണ്ടായിരുന്നേ. ഇത് ഉപയോഗിച്ചിട്ട് പായൊക്കെ നെയ്യുന്ന ഇതിൻ്റെ ഇല ഉപയോഗിച്ചിട്ടായിരുന്നു. അപ്പോൾ സൈഡിലൊക്കെ നല്ല കാടാണ്. അപ്പം മേഘാലയയിൽ വരുമ്പോൾ ആരും മിസ് ചെയ്യേണ്ട. 50 രൂപ നിരക്കിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.